കൊല്ലം പത്തനാപുരം കറവൂർ ചണ്ണക്യാമൺ വനമേഖലയിൽ പട്ടികജാതി യുവാവിനെ കൊന്ന് വനത്തിൽ തള്ളിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി പത്തനാപുരം പോലീസിന്റെ പിടിയിൽ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ തൊടികണ്ടം ഓലപ്പാറ പുത്തൻ വീട്ടിൽ 36 വയസ്സുള്ള ഓമനക്കുട്ടനാണ് കൊല ചെയ്യപ്പെട്ടത്. ഈ കേസിൽ ഒന്നാം പ്രതിയായ ഓലപ്പാറ സ്വദേശി അനിൽകുമാറാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത്. കേസിലെ രണ്ടാം പ്രതി റഹ്മാൻ ഷാജി മുൻപ് അറസ്റ്റിലായിരുന്നു. അനിൽകുമാർ ഒളിവിലായിരുന്നു. അനിൽകുമാറിനായി പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പത്തനാപുരത്തെ കോടതിയിലേക്ക് ജാമ്യമെടുക്കുന്ന ആവശ്യത്തിലേക്ക് എത്തിയ അനിൽകുമാറിനെ പത്തനാപുരം പോലീസ് പിടികൂടുന്നത്. അനിലിനെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ദുഷ്കരമായ സംഭവമായിരുന്നു. കാരണം ഇയാളുടെ ഒരു വ്യക്തമായ ഫോട്ടോ നമുക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും പല കല്യാണ ആൽബങ്ങളിൽ നിന്നും മറ്റുമൊക്കെ എടുത്ത ഫോട്ടോയാണ്. പക്ഷേ അത് വളരെ ദുഷ്കരമായിരുന്നു. അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു സിനിമകളുടെ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അനിൽ പലപ്പോഴും വളരെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു അനിലിൻ്റെ പല പ്രവർത്തനങ്ങളും. കാര്യം ഇവിടുന്ന് പോയ സമയത്ത് അനിലിൻ്റെ സുഹൃത്തിൻ്റെ മൊബൈലാണ് അനിൽ കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി ആ സുഹൃത്തിൻ്റെ അനിയൻ്റെ വീട്ടിൽ ചെന്നിട്ട് അനിയനെ കൊണ്ട് ഇദ്ദേഹം ഒരു മൊബൈൽ ഫോണും ഒരു സിം കാർഡും പുതുതായിട്ടെടുത്തു. നമ്മൾ ആദ്യമേയൊക്കെ അനിലിൻ്റെ ഫോൺ വെച്ചിട്ടായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അത് പിന്നീട് നമുക്ക് മനസ്സിലായി അനിലിൻ്റെ ഭാര്യയാണ് അതിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയുടെ മകളുടെ ഫോണിലേക്ക് വന്ന ഒരു കോള് പിന്നെ അടിസ്ഥാനമാക്കി പോയപ്പോഴാണ് ഇദ്ദേഹം മറ്റൊരു ഫോൺ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായത്. പിന്നീട് അതിൻ്റെ അന്വേഷണത്തിലാണ് നമുക്ക് ഈ സുഹൃത്തിൻ്റെ അനിയൻ എടുത്തു കൊടുത്ത മൊബൈൽ ഫോണാണ്. അവർ രണ്ടുപേരും ഇതിൽ ക്രൈം അറിഞ്ഞവർ തന്നെയാണ്. അപ്പം അവരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ദുഷ്കരമായിരുന്നു ഈ അന്വേഷണം. കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. നമുക്കത് വിവരം കിട്ടി. കാര്യം ഇന്ന് മിക്ക കോടതികളിലും നമ്മൾ പാർട്ടി ഉണ്ടായിരുന്നു. കോടതിയിൽ കീഴടങ്ങാൻ ഉള്ള നടപടിയായിരുന്നു അത്. പുല്ലൂർ വളരെ പാടുപെട്ട് പിടിക്കാനായിട്ട്. അനിലിന് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫോറസ്റ്റ് കേസുകളും അത്തരത്തിലുള്ള കേസുകളൊക്കെ ഉള്ളൂ. അനിൽകുമാറിന്റെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പത്തനാപുരം പോലീസ് നടത്തിയ നിരീക്ഷണമാണ് പ്രതിയെ പിടിയിലാക്കുന്നത്. മിന്നൽ അറ്റാക്കിലൂടെയാണ് പ്രതിയെ ഇവർ പിടികൂടിയത്. പ്രതിയെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.